ഒരു ഹാർമണി 2025 അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി അവറുകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ വെങ്കിടാചലം മുരുകൻ, കോൺസുൽ ജനറൽ ഓഫ് ഇന്ത്യ, ജനറൽ സെക്രട്ടറി ശ്രീ നാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ശ്രീ സുഭകാനന്ദ സ്വാമികൾ, എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട MP MK പ്രേമചന്ദ്രൻ, ഡോക്ടർ അനൂപ്, ഡോക്ടർ സിദ്ദിഖ്, ഡോക്ടർ സുരേഷ്, വേദിയിലുള്ള സർവ ആൾക്കാർക്കും വന്ദനം. ഈ സമയം വളരെ വൈകി. എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞ അച്ഛൻ 2 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാം. ആൾക്കാരൊക്കെ പറയും അച്ഛനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തുട്ടണ്ട കാട്ടിയത്, അച്ഛൻ അവിടെ വന്നിട്ട് ഒന്നും പറഞ്ഞില്ലടാ എന്ന് പറഞ്ഞാൽ അപ്പൊ അതും ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മാവിനെയാണ് നിങ്ങളിവിടെ പങ്കുവയ്ക്കുന്നത്. 73 വർഷം ഈ ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, തൻ്റെ കൺമുമ്പിൽ കണ്ട എല്ലാ മനുഷ്യരിലും തന്നെ സൃഷ്ടിച്ച ദൈവത്തെ കണ്ട ഒരു മനുഷ്യൻ. അതാണ് പ്രിയമുള്ളവരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. ഏത് മനുഷ്യരും ഏത് മതസ്ഥരും എനിക്ക് ദൈവമാണ്, എനിക്കെൻ്റെ സ്വന്തമാണ് എന്ന് കരുതുന്ന, നേരത്തെ പ്രേമചന്ദ്രൻ അവർ പറഞ്ഞതുപോലെ വിശ്വ മാനവികത. ഇതിങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ എന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ആപ്പിള് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കഷ്ണം എനിക്ക് തിന്നാൻ കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോഴേ ശ്രീനാരായണ ഗുരുവിൻ്റെ ചൈതന്യം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഇടയിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. വത്തിക്കാനിലെ നമ്മുടെ സ്വാമിജി എന്നെ വിളിച്ചിട്ട് അവിടെ ചെല്ലാനായിട്ട് ഇടവന്ന സന്ദർഭം ഞങ്ങൾക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. അവിടെ നടന്ന ആ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ചെന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വത്തിക്കാനിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊക്കെ വത്തിക്കാനിൽ നിന്ന് ആരണ്ടപ്പോൾ വിളിക്കണേ. നോക്കിയപ്പോൾ ഫാദർ സാന്റിയാഗോ. എനിക്ക് സംശയം ഇത് വല്ല ഫേക്കാവോ. അപ്പൊ ഞാൻ നേരെ കൂവക്കാട്ട് കർദിനാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു കോള് വരുന്നുണ്ട്, സംഭവം ഉണ്ടോ? അത് ശരിയാണ് ഫാദറെ. ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ അക്കാദമിയുടെ ചെയർമാനാണ് കൂവക്കാട്ട് തിരുമേനി കർദിനാള്. അവിടുത്തെ സെക്രട്ടറിയാണ് എന്നെ വിളിച്ചത്. ഫാദറെ, വത്തിക്കാനും അതുപോലെ UK, സ്പെയിൻ, നെതർലൻഡ്, ഇറ്റലി സംയുക്തമായിട്ട് ഓർഗൻ ഡൊണേഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഫാദർ ഇന്ത്യയിൽ നിന്ന് വരണം, അങ്ങനെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിന് എന്നെ ക്ഷണിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് പോയതിനു ശേഷമാണ് അങ്ങനൊരു വലിയൊരു നിയോഗം. ഓൺലൈൻ കഴിഞ്ഞ് ഇപ്പോൾ UK-ലേക്കും സ്പെയിനിലേക്കും ഇറ്റലിക്കും നെതർലൻഡിലേക്കും അവയവദാനത്തിൻ്റെ ഒരു വലിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡക്ഷനിലാണ് ഇപ്പം ഞാൻ. അടുത്ത ആഴ്ച അത് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം വരും റോമിലേക്ക്. ഇതിനൊക്കെ തുടക്കം ഈ ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് അവയവദാനം, ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം ഇവിടെ ഓർഗൻ ആവശ്യമുള്ളവരാരും ഇല്ല. ഇവിടെ വല്ല കിഡ്നി രോഗി ഉണ്ടെന്ന് ഒരിക്കലുണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞപ്പോ അപ്പൊ പറയും എൻ്റെ അച്ഛോ എനിക്കൊരെണ്ണം വേണം. ഞങ്ങളിവിടെ ഉപഹാറിന്റെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് UK-ൽ വന്നിട്ട് ഈ അവയവദാനത്തെ കുറിച്ച് പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയമുള്ളവർ, ശ്രീനാരായണ ഗുരുവിനെ ഒരു മനുഷ്യന്റെ ഒരു കൊച്ചാവശ്യം കണ്ടാൽ അതെങ്ങനെയാണ് തീർത്തു കൊടുക്കുക, അത് ദൈവത്തിലാണ് തീർത്തു കൊടുക്കുന്നത് എന്ന് ലോകത്തിനോട് പറഞ്ഞ മഹാപുരുഷൻ. അതാണല്ലോ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, സാധാരണക്കാരന്റെ ഒരു മനുഷ്യൻ. അത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർ, APJ അബ്ദുൽ കലാം സാധാരണക്കാരുടെ ഇടയിലേക്ക്, മദർ തെരേസ സാധാരണക്കാരുടെ ഇടയിലേക്ക്, ഗാന്ധിജി സാധാരണക്കാരുടെ ഇടയിലേക്ക്, ഏത് മനുഷ്യരെടുത്ത് നോക്കിക്കോ ലോകത്തിന് നന്മ. അവരൊന്നും അവരുടെ ജീവിതത്തിൽ ഞാൻ എന്തോ വലുത് എന്ന് കരുതിയിട്ടില്ല. അവരെല്ലാം തൻ്റെ മുമ്പിൽ കാണുന്ന മനുഷ്യരെല്ലാം ദൈവമാണ്, ദൈവത്തിനാണ് എന്നതുപോലെ ജീവിച്ചവരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പ്രബോധനങ്ങളൊക്കെ പഠിച്ചാൽ മാത്രം പോരാ പ്രിയമുള്ളവരെ. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യത്വം, ആ സാധനം പില്യ
മനുഷ്യന്റെ ഉള്ളിൽ നിങ്ങളിപ്പോ പഞ്ചസാര എടുത്തിട്ട് കാപ്പിയിലിടുമ്പോൾ അത് ഇടല്ലടാ, പഞ്ചസാര വിഷടാ എന്നാ പറയണേ. എന്താ പഞ്ചസാരയില് പഞ്ചസാര ഇല്ല. ഞാനിപ്പോ കൃഷി നടത്തുകയാണ് നാട്ടില് 3 ഏക്കർ സ്ഥലത്ത്. അപ്പോൾ കൃഷിയിടത്തില് കുറച്ച് വളം വാങ്ങിക്കാനായിട്ട് ആട്ടുംകാട്ടം വാങ്ങിക്കാൻ ചെന്ന് ആട്ടുംകാട്ടം ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ചാക്കിന്ന് ആട്ടുംകാട്ടം ഇറക്കിയപ്പോ കാണുന്നത് ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ആട്ടുംകാട്ടം. ഇത് ഏതാ ആടടാ ഇപ്പൊ ഇത്ര ഫിനിഷിംഗ് ഉള്ള കാട്ടടണേന്ന്. അപ്പോഴാണ് മനസ്സിലാക്കണേ ഇത് എന്തുട്ടാ മനുഷ്യൻ കളിമണ്ണോണ്ട് ആട്ടുംകാട്ടത്തിന്റെ ഷേപ്പിൽ കുറെ ആട്ടുംകാട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ ആടിനെ കൊണ്ട് പുള്ളിക്കുക, എന്നിട്ട് ആട്ടുംകാട്ടാക്കത് എവിടെ കേട് മനുഷ്യന്റെ മനസ്സിലാണ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, മനസ്സാണ് മനുഷ്യൻ, ശരീരമല്ല മനുഷ്യൻ. ശരീരമല്ല പ്രിയമുള്ളവരെ, മനസ്സാണ്. മനസ്സിലാണ് നന്മ. ഞാനിങ്ങനെ ഈ കോഴി ഇപ്പൊ എല്ലാവരും ഇപ്പൊ കോഴി തീറ്റയാണല്ലോ, ചിക്കൻ ചിക്കൻ ചിക്കൻ. നമ്മളെ നിന്ന കോഴിയിലൊന്നും കോഴിയില്ല. കാരണം എന്താണെന്നറിയോ, ഈ കോഴി വെറുതെ തിന്ന മുട്ടയിട ചാത്തനെയൊന്നും ഈ കോഴി കണ്ടിട്ടില്ല. ഈ കോഴിയുടെ മുട്ട കൊണ്ട് നിങ്ങൾ പൊരുന്ന് വെച്ച് നോക്കിയേ, കോഴി ഉണ്ടാവില്ല. കാരണം അതിൽ കോഴിയില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് അപ്പുറത്തൊരാൾ നിൽക്കണ്ടായിരുന്നു. ആള് പ്രസംഗത്തിന് വന്നല്ല, ആളിങ്ങനെ ചക്രത്തുമല്ലാണ് നിൽക്കണത്. ആളവിടെ നിന്നിട്ട് അച്ചോ, അച്ഛൻ പറഞ്ഞത് ശരിയാ, കള്ളില്ലച്ചു. അയാള് കള്ളുടിച്ചിട്ടേക്കണത്. അപ്പൊ അയാൾക്ക് കള്ളില് പോലും സത്യമാണല്ലോ, ഇത്ര കള്ള് അവിടെ നിന്ന് കിട്ടണേ. അപ്പൊ അതുകൊണ്ട് കേട് എവിടെയെന്നറിയാം. കേട് മനുഷ്യന്റെ ശരീരത്തിലല്ല, ക്യാൻസർ അല്ല, കിഡ്നിക്ക് അസുഖമല്ല, ഹാർട്ട് അറ്റാക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. കേട് മനുഷ്യന്റെ മനസ്സിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ഒരു മനുഷ്യനെ കണ്ടാൽ അവന് വിശ്വസിക്കാൻ പറ്റോ? അവിടെയാണ് കേട്. എന്നെ ഡേവിസ് ചെർമലച്ചനെ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു മനുഷ്യനാകണം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, നിന്നെ വിശ്വസിക്കാൻ പറ്റണം. എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ശ്രീനാരായണ ഗുരു ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നിങ്ങൾ നല്ല മനുഷ്യരാകണം, നല്ല മനുഷ്യരാകണം. ഇത്രേ പറഞ്ഞിട്ടുള്ളോ. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല ബോഡി. അത് നേരത്തെ സ്വാമിജി പറഞ്ഞില്ലേ, നല്ല ഫുഡൊക്കെ അടിച്ചു നല്ല മനുഷ്യനോടോ പറയും. അങ്ങനത്തെ മനുഷ്യനല്ല. നീ മെലിഞ്ഞിരുന്നോട്ടെ, വണ്ണത്തിരുന്നോട്ടെ, കറുത്തിട്ടിരുന്നോട്ടെ, വെളുത്തിട്ടിരുന്നോട്ടെ, എല്ലാം നിനക്കുണ്ടായിക്കോട്ടെ, മനസ്സ് നന്നാവണം. അല്ലേ പ്രിയമുള്ളവർ? അതല്ലേ ഒരു ഭർത്താവിന്റെ വിചാരം ഭാര്യയുടെ ശരീരം നന്നാവണമെന്നാ? അല്ലേ, പിന്നെ നല്ല മനസ്സിന്റെ അതാണ്. ഒരു ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ നല്ല ബോഡി ബിൽഡർ അതൊന്നും ആവശ്യമില്ല, നല്ല മനസ്സുള്ള മനുഷ്യനെ മൈതാൻ അതടോ, അതാണ് ആവശ്യം. നല്ല മനസ്സ് വേണം പ്രിയമുള്ളവരെ. അവരെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുക. പഠിപ്പ് അറിവൊക്കെ നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കുക, ഇവിടെ വന്നിരിക്കുന്നോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലെ 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഒരാള് നിങ്ങളുടെ വീട്ടിലെ നാട്ടിലല്ല, വീട്ടിലെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന, എല്ലാം തുറന്നു പറയാവുന്ന, അതെല്ലാം സ്വീകരിക്കാവുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലുണ്ട്? ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവരൊന്ന് കൈബന്ധിച്ചേ. ആലോചിക്കണുണ്ടെന്ന് എല്ലാവരും കൈത്താത്ത്. ഇതാ നമ്മുടെ പ്രശ്നം. നമ്മുടെ വീട്ടിൽ കഴിയുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, നമ്മുടെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ ഒക്കെ പ്രശ്നം എന്നറിയോ? ഈ ലോകത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ കേടാ. ഇതിന്റെ കേടിന്റെ ഒക്കെ തുടക്കം എവിടെയെന്നറിയോ? ഈ ലോകത്തിൽ എന്നാണോ അയൺ ബോക്സ് കണ്ടുപിടിച്ചത് അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അയൺ ബോക്സ് ഇപ്പൊ എന്താ കാര്യം എന്നാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണത്. അതേടോ, അയൺ ബോക്സ് എന്ന് കണ്ടുപിടിച്ചോ അന്ന് തൊട്ട് ഈ പ്രശ്നങ്ങൾ ലോകത്ത് ആരംഭിച്ചു. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്നെ നോക്കുന്നുണ്ട്, അയൺ ബോക്സ് ഇപ്പൊ എന്താ ചെയ്തെന്ന് അച്ഛൻ പറയണേ. അതെ, അയൺ ബോക്സ് എന്തിനും ഉപയോഗിക്കണേ? മലയാളത്തിൽ പറയും. അതാടോ പ്രശ്നം, തേപ്പാണ് പ്രശ്നം, കംപ്ലീറ്റ് തേപ്പാടോ. എന്തിന്? ശ്രീനാരായണ ഗുരുവിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് തേച്ച് നടന്നിട്ട് എന്ത് കാര്യമുണ്ട്? തേക്കരുത്. അയൺ ചെയ്തോ, പക്ഷെ തേക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സ് നന്നാവണം. നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഇവിടെ ഇപ്പൊ UK തുടങ്ങിയുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഒരു പ്രസ്ഥാനം മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ചെല്ലണം. അതിന് നമ്മുടെ മനസ്സാണ് നന്നാവേണ്ടത്. എനിക്ക് കിഡ്നി പൊക്കോട്ടെ, ക്യാൻസർ വന്നോട്ടെ, കിടക്കണ മനുഷ്യന്റെ മനസ്സ് കണ്ടാൽ നിങ്ങൾ അടുത്തിരിക്കും. അവന്റെ മനസ്സിന്റെ വെളിച്ചം, ആ വെളിച്ചമാണ് ശ്രീനാരായണ ഗുരു. ഈ ലോകത്തിലെ മനസ്സിന്റെ വെളിച്ചമായിട്ട് ഈ ലോകത്ത് കാണിച്ചു തന്നു. പാവപ്പെട്ടവന്റെ, വേദനിക്കുന്നവന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു മഹാമനുഷ്യൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞവരൊക്കെ വലിയ വലിയ ടാഗോറിന്റെ, ഷേക്സ്പിയറുടെ ഒക്കെ കഥകൾ പറഞ്ഞില്ലേ, അവരെയൊക്കെ സ്വാധീനിക്കാൻ സാധിച്ചത് അറിവ് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്.
ക്രെഡിബിലിറ്റി ഉള്ള ഒരു മനുഷ്യരായി ശ്രീനാരായണ ഗുരുവിന് സാക്ഷ്യം നൽകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈ ഒരു സംരംഭത്തിൽ വീണ്ടും നിങ്ങളെടുത്ത് എത്താൻ സാധിച്ചു. യുകെയിൽ കുറേ മനുഷ്യരിക്കറിയാം, അവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു കടലാസിരിപ്പുണ്ട് ട്ടാ, ഈ ഓർഗൻ ഡൊണേഷന്റെ. അതിലൊന്ന് കൊടുത്തോടോ, കുഴപ്പമില്ല, അത് കൊടുത്തോ. കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അയ്യോ അച്ഛാ കിഡ്നി സൈൻ ചെയ്ത് കൊടുത്താൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്കൊരു ഫോൺ കോൾ വരും. ഹലോ, ശ്രീനാരായണ ഗുരു ഹാർമണി 2025 ഒപ്പിട്ട ആളല്ലേ? അതെ. എന്താ വിളിച്ച്? മരിച്ചോന്നറിയാനാ. വിളിക്കില്ല, നിങ്ങൾ മരിച്ചോന്നറിയാൻ വേണ്ടി വിളിക്കില്ല. നിങ്ങളുടെ മനസ്സാണ് പങ്കുവയ്ക്കരുത്. അങ്ങനെ ഇത് കഴിഞ്ഞു പോകുമ്പോൾ അങ്ങനൊരു നന്മയുടെ ഒരു പൊൻതൂവൽ കൂടെ നിങ്ങളുടെ മനസ്സിൽ ചാർത്തിയിട്ട് പൊക്കോളോട്ട. ഈ ഒരു മഹാസമ്മേളനം ഇതൊരു തുടക്കമാകട്ടെ. ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ ആശംസിക്കുന്നത് പോലെ മനസ്സിന്റെ നന്മ പകരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഇന്ത്യ വിട്ടിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.